പറഞ്ഞ പോലെ ജനകീയ ഒരു ഉത്സവമായി മാറുന്ന ഒരു കാഴ്ച. സിനിമ ആസ്വാദകർ പ്രേക്ഷകരെല്ലാം ഒരേപോലെ ഒരേ മനസ്സോടെ ഇത് ഒരു മൊത്തത്തിൽ ആഘോഷമാക്കി മാറ്റുമ്പോൾ അവിടെ നേരത്തെ ഓട്ടോറിക്ഷക്കാരൻ്റെ കാര്യം പറഞ്ഞു, ഒരു ഡ്രൈവറുടെ അനുഭവമാണ് ഇവിടെ അദ്ദേഹം പങ്കുവച്ചത്. ജനങ്ങൾ എത്രത്തോളം ഇതിനെ നെഞ്ചേറ്റുന്നു എന്നതിൻ്റെ ഒരു ഉദാഹരണം. വളരെ പോസിറ്റീവായ കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ തന്നെ ആശയക്കുഴപ്പങ്ങളും ഉണ്ടാകാറുണ്ട്. പക്ഷേ ഇത്രയും മികച്ച രീതിയിൽ ഈ സംഘാടനം മുന്നോട്ട് കൊണ്ടുപോകുന്നു. ഒപ്പം അദ്ദേഹം പറഞ്ഞ പാക്കേജുകളുടെ കാര്യം, മൺമറഞ്ഞു പോയ പ്രതിഭകളെ അവർക്ക് സ്മരണാഞ്ജലി അർപ്പിക്കുന്നത്, ദീപശിഖ പ്രയാണം അടക്കമുള്ള കാര്യങ്ങൾ, പഴയ സിനിമകൾ വീണ്ടും ഒരു തലമുറയ്ക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത്, പുതിയ സിനിമകൾ അതിൻ്റെ സാധ്യതകൾ. IFFIയിൽ ചില പ്രത്യേകതകൾ ഉണ്ടായിരുന്ന കാര്യം നേരത്തെ പറയുകയുണ്ടായി. പുതിയ തലമുറയ്ക്ക് സിനിമയ്ക്ക് നിർമ്മാതാക്കളെ കണ്ടെത്താനുള്ള അവസരം അടക്കമുള്ള കാര്യങ്ങൾ അവിടെ ഒരുക്കുന്നു, അതിനുള്ള വേദിയുണ്ട്. പക്ഷേ കേരളത്തിലേക്ക് വരുമ്പോൾ എന്തുകൊണ്ട് വളരെ ജനകീയമായി നമ്മുടെ മേള മാറുന്നു? അതിലേക്ക് വരുന്നതിന് മുമ്പ് ഈ IFFIയിലെ സീറ്റ് റിസർവേഷനിൽ ഇത്തവണ വന്ന ഒരു മാറ്റം കൂടി സൂചിപ്പിക്കാം. കാരണം അദ്ദേഹം പറഞ്ഞത് കഴിഞ്ഞ വർഷം വരെയുള്ള ഒരു അനുഭവമാണ്. ഇത്തവണ മുഴുവൻ സീറ്റും റിസർവേഷനിലായിരുന്നു. മറ്റേ റഷ് ലൈൻ എന്ന് പറയുന്ന ആ ഇടപാട് പൂർണ്ണമായിട്ട് കളഞ്ഞു. അങ്ങനെ പുറത്തു നിന്ന് പോയിട്ട് നമുക്ക് അകത്തേക്ക് കയറാൻ പറ്റാത്ത അവസ്ഥയുണ്ട്. പക്ഷേ അത് കഴിഞ്ഞ തവണയും അങ്ങനെയായിരുന്നു. ഇത്തവണ അത് കുറച്ച് ഇമ്പ്രൂവ് ചെയ്തു. എങ്ങനെയെന്ന് വെച്ചാൽ ഈ ബുക്കിംഗ് ആര് ഒരു തിയേറ്ററിൽ പോകുന്നില്ലയോ ഉടനെ ക്യാൻസൽ ചെയ്തില്ലെങ്കിൽ അവർക്ക് പിന്നീട് കിട്ടില്ല. അപ്പോൾ അങ്ങനെ ക്യാൻസൽ ചെയ്യുന്നത് കൊണ്ട് സീറ്റ് ഒഴിഞ്ഞു കിടക്കില്ല. കാരണം ക്യാൻസൽ ചെയ്യുമ്പോഴേക്ക് നമുക്ക് വേണമെന്നുള്ള ഒരു അവസാന നിമിഷവും ട്രൈ ചെയ്തുകൊണ്ടിരിക്കും. ട്രൈ ചെയ്യുമ്പോൾ ഒരു ദിവസം ബുക്ക് ചെയ്തപ്പോൾ കിട്ടാത്തൊരു പടം ആ ചിത്രം പ്രദർശിപ്പിക്കുന്നതിന് ഒരു 10 മിനിറ്റ് മുമ്പൊക്കെ ട്രൈ ചെയ്യുമ്പോഴേക്ക് കിട്ടിയ അനുഭവമുണ്ട്. അപ്പോൾ അതൊരു കൊള്ളാവുന്ന പരീക്ഷണമായിരുന്നു. പിന്നെ ഈ റഷ് ലൈൻ എന്ന് പറയുന്ന അത് ധാരാളം പ്രശ്നങ്ങളുണ്ടാക്കിയിരുന്നു. അവിടുത്തെ രീതി വെച്ചിട്ടാണ്. അവിടുത്തെ തിയേറ്ററിൻ്റെ സ്ട്രക്ചറൊന്നും ഇവിടുത്തെ മാതിരിയല്ല. ഇത്രയും സീറ്റിംഗ് കപ്പാസിറ്റി ഉള്ള തിയേറ്ററുകളൊന്നും ഇല്ല. അതുകൊണ്ട് തീർച്ചയായും അത് ജനകീയവും അല്ല. അപ്പോൾ അങ്ങനെ വലിയ ഒരു വ്യത്യാസം ഉണ്ട്. അത് ഫിലിം പ്രൊഫഷണൽസിനും ഒക്കെ മാത്രമായിട്ട് നമുക്കത് കാണാൻ കഴിയും. പിന്നെ മാത്രമല്ല, ഈ ഏറ്റവും കൂടുതൽ വിദേശ പ്രതിനിധികൾ വരുന്നു എന്നുള്ളതും, ഈ വിദേശ ചിത്രങ്ങൾ വരുമ്പോൾ അതിൻ്റെ പ്രവർത്തകരെ കൊണ്ട് നമുക്കിപ്പോൾ എല്ലാം അങ്ങനെ സാധിക്കാറില്ല, അവരെ ഇവിടെ കൊണ്ടുവരാൻ സാധിക്കാറില്ല. മറ്റു ഒട്ടുമിക്ക ചിത്രങ്ങൾ മത്സര വിഭാഗത്തിലേക്ക് ഏതാണ്ട് എല്ലാവരെയും തന്നെ കൊണ്ടുവന്നിരുന്നു മറ്റ് പല രാജ്യങ്ങളിൽ നിന്നൊക്കെ. അതൊക്കെയാണ് കുറച്ച് മാറ്റമായിട്ട് പറയാവുന്നത്. ആസ്വാദനത്തിൻ്റെ കാര്യത്തിൽ ഈ ജനകീയത എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അത് കേരളത്തിൻ്റെത് വളരെ യുണീക്കായ ഒരു സ്ഥിതിവിശേഷമാണ്. അത് മറ്റൊരിടത്തും നമുക്കത് പറയാൻ പറ്റില്ല. എങ്ങനെയെന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഈ താരതമ്യം വേണ്ടി വരുന്നതാണ്. കാരണം കൂടുതൽ അത് ഉൾക്കൊള്ളാൻ അത് ആവശ്യമായിട്ട് വരും. ഇപ്പോൾ ഉദാഹരണത്തിന് ഗോവയിൽ തദ്ദേശീയർ ഈ ചിത്രങ്ങൾ കാണാനൊന്നും വരില്ല. എനിക്ക് തോന്നിയിട്ടുള്ളത് ഇത് മലയാളിയുടെ 2ാം ഫെസ്റ്റിവലാണെന്നാണ്. കാരണം എങ്ങോട്ട് തിരിഞ്ഞാലും മലയാളത്തിലുള്ള സംഭാഷണമാണ് കേൾക്കുന്നത്. എവിടെ തിരിഞ്ഞാലും പരിചയമുള്ള ആളുകളെയാണ് കാണുന്നത്. അപ്പം മലയാളികളാണ് അവിടെ ഏറ്റവും കൂടുതൽ ഉള്ളതെന്ന് മനസ്സിലായി. പിന്നെ ആ നാട്ടുകാർ, അവരിൽ വളരെ വളരെ കുറച്ച് പേർ മാത്രമേ ഈ ഡെലിഗേറ്റ് പാസ് എടുത്ത് വരുന്നുള്ളൂ. അവർക്ക് റോഡിനങ്ങേപ്പുറത്ത് കാർണിവലൊക്കെ നടക്കുന്നുണ്ട്. അതിലൊക്കെ ധാരാളം ആളുകൾ ഇങ്ങനെ കുടുംബമായിട്ടൊക്കെ പോകുന്നുണ്ട്. അവർക്ക് അതിലേ താല്പര്യമുള്ളൂ, ഈ സിനിമയിലേക്ക് വരുന്നില്ല. അപ്പം ഇങ്ങനെ സിനിമയ്ക്ക് വേണ്ടി തള്ളിക്കയറുന്ന ഒരു ഓഡിയൻസ് എന്ന് പറയുന്നത് ഇവിടെ മാത്രമേ കാണാൻ കഴിയൂ. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ കാലങ്ങളിൽ കുറേയൊക്കെ ക്രിട്ടിക്കലായിട്ട് അതിനെ കണ്ടിട്ടുള്ള ഒരാളാണ് ഞാനും. പക്ഷേ ഇപ്പോൾ എനിക്ക് തോന്നുന്നു അത് കേരളത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. അത് അങ്ങനെ തുടരുന്നതിലൊരു പ്രശ്നവുമില്ല എന്ന് തന്നെ തോന്നുന്നു. പക്ഷേ ഈ വരുന്ന ആളുകൾക്ക് വളരെ ഗൗരവത്തോടുകൂടി ഈ സിനിമ കാണാൻ വരുന്ന ഫിലിം പ്രൊഫഷണൽസിനും ഫിലിം താല്പര്യമുള്ളവർക്കും മുതിർന്ന പൗരന്മാർക്കും ഒക്കെ വലിയ അംഗഭംഗമൊന്നും വരാതെ തിയേറ്ററിനകത്തേക്ക് കയറാനുള്ള ഒരവസ്ഥ കൂടെ ഉണ്ടാക്കണമെന്നുള്ളത് മാത്രമേ ഉള്ളൂ. കാരണം കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഈ സീനിയർ സിറ്റിസൺസിന് ക്യൂ വേണ്ട എന്നൊക്കെ പറയുമെങ്കിലും അവർ ചെന്ന് നിൽക്കുമ്പോഴേക്ക് പുറകിൽ നിന്ന് ചീത്ത വിളികളൊക്കെ കേൾക്കാം. അങ്ങനെ അവരത് വേണ്ടെന്ന് വെച്ച് പോകുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളിലൊക്കെ കുറേ കൂടി ഒരു ശ്രദ്ധ വരേണ്ടതുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ ഒരു 30% മാറ്റമാണ് ഇപ്പോൾ ഈ ഒരു പുറത്ത് നിന്ന് റിസർവ് ചെയ്യാത്തവർക്ക് വേണ്ടി വെച്ചിരിക്കുന്നത്. അപ്പോൾ കുറച്ച് നേരത്തെ ഇപ്പോൾ റിസർവ് ചെയ്തവർ തന്നെയും വലിയ ക്യൂ നിന്നിട്ട് ഇപ്പം ഏറീസ് പോലെ ഒരു തിയേറ്ററിൽ ആളുകൾക്ക് അകത്തോട്ട് കയറാൻ പ്രയാസമായ ഒരു സ്ഥിതിവിശേഷമുണ്ട്. കാരണം തിയേറ്ററുകൾക്ക് അടുത്തടുത്താണല്ലോ.
അപ്പോൾ അവിടെ നിന്നുള്ള ഒന്നിൽ നിന്നുള്ള ഒരു നീണ്ട ക്യൂ വന്ന് വേറൊരു നീണ്ട ക്യൂ ആയിട്ട് കയറുകയും മൂന്നാമത്തേതിൽ പോകുന്ന ആൾക്ക് പോകാൻ പറ്റാതിരിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയുണ്ട്. എനിക്ക് തോന്നുന്നത് ഈ റിസർവ് ചെയ്തിട്ടുള്ളവരെ കുറച്ചുകൂടെ നേരത്തെ അകത്തേക്ക് കയറ്റി വിട്ടാൽ ഇത് ഒഴിവാക്കാൻ പറ്റും. അങ്ങനെയുള്ളൊരു ഇതൊന്നും പ്രത്യേകിച്ച് ബുദ്ധിയോ എന്തെങ്കിലും പരിശ്രമമോ ഒന്നും ആവശ്യമില്ല. നേരത്തെ ഒരു തീരുമാനം എടുത്താൽ മതി. അങ്ങനെ ആ തീരുമാനമെടുത്താൽ ഈ റിസർവ് ചെയ്തവർക്ക് വളരെ നേരത്തെ കയറുകയും പിന്നീട് റിസർവേഷൻ ഇല്ലാത്തവർക്ക് സൗകര്യമായിട്ട് ക്യൂ നിന്നകത്ത് കയറാനും ഒക്കെ ഉള്ള ഒരു പരിതസ്ഥിതി ഉണ്ടാകും. ഇതൊക്കെ അതിൻ്റെ ബാഹ്യമായ കാര്യങ്ങളാണ്. അതൊക്കെ ശ്രദ്ധിച്ചാൽ, കാരണം അതൊക്കെ ശ്രദ്ധിക്കുമ്പോഴേ ഈ പാക്കേജിൻ്റെ പ്രയോജനം മറ്റുള്ളവർക്ക് കിട്ടും. തീർച്ചയായും.